Good morning everyone. I'm Dr. Adra from Prana Homeopathy. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന അഡിനോമയോസിസിനെ പറ്റിയാണ്. നമുക്ക് ക്ലിനിക്കിൽ വരുന്ന പല പേഷ്യൻസും അൾട്രാസൗണ്ട് സ്കാനുമായിട്ടൊക്കെ വന്നിട്ട് ചോദിക്കലുണ്ട്, അഡിനോമയോസിസും എൻഡോമെട്രിയോസിസും സെയിം ആണോ ഡോക്ടറെ, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അഡിനോമയോസിസ് എന്ന് പറയുന്നത് സിംപ്ലി നമ്മുടെ ആർത്തവ സമയത്തുണ്ടാകുന്ന അമിതമായ രക്തസ്രാവത്തിനും അതുപോലെ തന്നെ അമിതമായ അസഹ്യമായ വേദനയ്ക്കും കാരണമാകുന്ന, അതുപോലെ റിക്കറൻ്റ് അബോർഷൻ വരെ കാരണമായേക്കാവുന്ന ഒരു കണ്ടീഷനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അഡിനോമയോസിസ് എന്നുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിൻ്റെ ഭിത്തികൾക്ക് കട്ടി കൂടുന്ന ഒരു കണ്ടീഷനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഇന്നർ ലെയറായ എൻഡോമെട്രിയൽ ലെയേഴ്സ് നമ്മുടെ യൂട്രസിൻ്റെ ഭിത്തിയിലോട്ടൂടെ ഗ്രോ ചെയ്തിട്ടാണ് ഇങ്ങനെ കട്ടി വർദ്ധിക്കുന്നത്. അതിനെയാണ് നമ്മൾ അഡിനോമയോസിസ് എന്ന് പറയുന്നത്. എന്നാൽ എൻഡോമെട്രിയോസിസ് ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. കാരണം എൻഡോമെട്രിയോസിസ് ഈ എൻഡോമെട്രിയൽ ലെയേഴ്സ് യൂട്രസിൻ്റെ ഔട്ട്സൈഡിലോട്ട് ഗ്രോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സൈഡിലോട്ട് ഗ്രോ മീൻസ് യൂട്രസും ഓവറീസും ഫലോപ്പിയൻ ട്യൂബിലോട്ടും ഒക്കെ ഗ്രോ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ കോമൺലി ഒരു 35 to 45 ഇയേഴ്സിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അസഹ്യമായ പീരീഡ്സ് ആണ്. അപ്പോൾ പീരീഡ്സിൻ്റെ പെയിനായിട്ട് വരുന്നവർക്ക് നമ്മളൊരു USG അബ്ഡോമിൻ ആൻഡ് പെൽവിസ് ഒക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്നതാണ് അതിനകത്ത് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പെയിൻ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ബ്ലീഡിങ് സമയത്ത് അഡിനോമയോസിസ് ആ കരകളിൽ നിന്നും ബ്ലീഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അസഹ്യമായ പീരീഡ്സ് പെയിൻ ഉണ്ടാകുന്നത്. ഇതിൻ്റെ മെയിൻ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പം മിസ്കാരേജും അതുപോലെ ഇൻഫെർട്ടിലിറ്റിയും ഒക്കെ ഇതിന് മെയിൻ കോംപ്ലിക്കേഷനായിട്ട് വരാൻ. ഇപ്പോൾ കുട്ടികളുള്ള ആൾക്കാർക്കാണെങ്കിൽ അസഹ്യമായ പീരീഡ്സ് ആയിരിക്കും ഇതിന് മെയിൻ ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അഡിനോമയോസിസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഫോക്കലും ഉണ്ട്, ഡിഫ്യൂസും ഉണ്ട്. അതിനകത്ത് ഡിഫ്യൂസ് ടൈപ്പാണ് ഏറ്റവും കൂടുതൽ പെയിൻ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാൻ കുറച്ച് പാടുള്ളതാണ് ഡിഫ്യൂസ് ടൈപ്പ് എന്ന് പറയുന്നത്. ഫോക്കൽ ടൈപ്പ് എന്ന് പറയുന്നത് ഒരുവിധം ഈസി ടു ട്രീറ്റ് ആയിരിക്കും. ഹോമിയോപ്പതിയിൽ അഡിനോമയോസിസ് എന്നുള്ള കണ്ടീഷൻ ഒരു വൈഡ് സെറ്റ് ഓഫ് മെഡിസിൻസ് തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പെയിൻഫുൾ പീരീഡ്സിൻ്റെ പെയിൻ കുറയ്ക്കുന്നതിനും യൂസ്ഫുള്ളായ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. നമ്മൾ അഡിനോമയോസിസ് എന്നുള്ള കണ്ടീഷൻ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പീരീഡ് സമയത്തുണ്ടാകുന്ന അസഹ്യമായ വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു.